തൃശ്ശൂരിൽ ക്ഷേത്രോത്സവത്തിനിടെ പരസ്യമായി മദ്യപാനം. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലാണ് വലിയ വിളക്കിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾക്കിടയിൽ മദ്യപിച്ചത്. കുപ്പികളുമായി എത്തിയവർ സ്ത്രീകളടക്കമുള്ള ഭക്തർക്കിടയിൽ നിന്നാണ് മദ്യപിച്ചത്. പരസ്യ മദ്യപാനം നടത്തിയവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഭക്തർ രംഗത്തെത്തി. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേർന്നുണ്ട്. സാനു, രണ്ട് കുറ്റകരമായ കാര്യങ്ങളാണ്. ഒന്ന്, ഒരക്ഷരം ഇതുവരെയും ദേവസ്വം പ്രതിനിധികൾ മിണ്ടിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, അവിടെ പോലീസില്ലേ, പോലീസ് സ്റ്റേഷനില്ലേ. ഇത്രയും വലിയൊരു തോന്നിവാസം നടന്നിട്ടും ആർക്കും പരാതിയുമില്ല, ഒരു നടപടിയുമില്ല. ഇതെന്താണ്? ശ്യാമ, കഴിഞ്ഞ ദിവസം ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ വലിയ വിളക്കിനോടനുബന്ധിച്ച്, അതായത് ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ചടങ്ങാണ് ഈ വലിയ വിളക്ക്. വലിയ വിളക്കിന് 10,000-കണക്കിന് ഭക്തർ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലേക്ക് എത്തുന്നതാണ്. ആ ക്ഷേത്രത്തിൽ ആ ചടങ്ങ് നടക്കുന്നതിനിടയിൽ പടിഞ്ഞാറേ നടയിലാണ് ഈ വൃത്തികേട് നടന്നിട്ടുള്ളത്. അതായത് ഏതാനും ചെറുപ്പക്കാർ അവിടെ എത്തുന്നു. മദ്യക്കുപ്പികളിൽ, അതായത് മദ്യം നിറച്ചു കൊണ്ടുവന്ന കുപ്പിയിൽ പരസ്പരം അത് കൈമാറി കുടിക്കുന്നു. ഒരാൾ സേവിക്കുന്നു, സേവിച്ചതിന് ശേഷം വെള്ളവുമായിട്ട് മറ്റൊരാൾ നിൽക്കുന്നു, ആ വെള്ളം കൈമാറുന്നു, അത് പിന്നെ മറ്റൊരാൾ മേടിക്കുന്നു. അങ്ങനെ അത്തരത്തിലുള്ള അഭ്യാസങ്ങളാക്കി മാറ്റി ഈ ക്ഷേത്രത്തിലെ പരിസരത്തെ ഏറ്റവും പരിപാവനമായി കാണുന്ന ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഈ ഒരു വേല അവിടെ നടത്തിക്കൂട്ടിയിട്ടുള്ളത്. ഇത്തരത്തിൽ മദ്യക്കുപ്പികൾ കൈമാറുമ്പോൾ ഏതാനും സ്ത്രീകൾ പുറകിൽ നിന്ന് പിന്നിൽ നിന്ന് വിശ്വാസികളായിട്ടുള്ള സ്ത്രീകൾ അത് ചോദ്യം ചെയ്യുന്നതും നമുക്ക് ആ ദൃശ്യങ്ങളിൽ ശബ്ദമുഖേന കേൾക്കാൻ സാധിക്കുന്നതാണ്. ഇത് ക്ഷേത്രമാണ്, ബാറല്ല എന്നടക്കമുള്ള കാര്യങ്ങൾ അവരത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ, ഇതൊന്നും ശ്രദ്ധിക്കാതെ അവർ ആ മദ്യസേവ ആ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിൽ, ആ ക്ഷേത്രത്തിലെ പടിഞ്ഞാറേ നടയിൽ വെച്ച് നടത്തുകയാണ്. ആയിരക്കണക്കിന് ഭക്തർ, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ പറ്റും. തിങ്ങി നിറഞ്ഞ് പൂഴിയിട്ടാൽ താഴെ വീഴാത്ത നിലയിലുള്ള ജനസഞ്ചയം തടിച്ചു നിൽക്കുന്നതിനിടയിൽ എത്ര ധൈര്യത്തോടു കൂടിയാണ് അവർ ആ പ്രക്രിയ അവിടെ നടത്തിക്കൂട്ടുന്നത്. ഇത്തരത്തിലുള്ള ഈ കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ പോലീസിൻ്റെ ബന്ദോബസ്തും അതേപോലെ തന്നെ സുരക്ഷാ സംവിധാനങ്ങളുമൊക്കെ അവിടെ ഒരുക്കിയിരുന്നതാണ്. മുക്കിന് CCTV ഉണ്ടെന്ന് വീരവാദം മുഴക്കിയ പോലീസിന് മുന്നിൽ 1000-ഓളം പോലീസുകാരെ സുരക്ഷയ്ക്ക് വേണ്ടി വിന്യസിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയ പോലീസിന് മുന്നിലാണ് ഈ പറയുന്ന ഈ മദ്യസേവ ക്ഷേത്രത്തിനുള്ളിൽ നടത്തിയിട്ടുള്ളത്. സംഭവം നടന്ന് ഒരു ദിവസം പിന്നിടുമ്പോഴും സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ ദൃശ്യങ്ങൾ പ്രചരിക്കുമ്പോഴും ഇതിലൊരു കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറയാൻ കൂടൽമാണിക്യം ക്ഷേത്രം ഭരണസമിതി അതേപോലെ തന്നെ ദേവസ്വം ബോർഡും ഇതുവരെ തയ്യാറായിട്ടില്ല. അവരെ വിളിക്കുമ്പോൾ ഇത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന അഴകുഴമ്പൻ ന്യായം പറഞ്ഞ് തടിയൂരുന്ന, തടി തപ്പുന്ന നിലപാടിലേക്ക് കൂടൽമാണിക്യം ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളും മാറുകയാണ്. ഏതാനും ചില സാമൂഹ്യ ദ്രോഹികൾ ഇത് ചെയ്തു എന്ന് വരുത്തി തീർക്കാനായിട്ടുള്ള, ഒറ്റപ്പെട്ട സംഭവമായിട്ട് വരുത്തി തീർക്കാനായിട്ടുള്ള ശ്രമമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്. നമുക്ക് ആ സ്ഥലത്ത് കാണാൻ പറ്റും. കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള നിരവധി ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലത്താണ് ഇത്തരത്തിലുള്ള കുപ്പികളിൽ നിറച്ചു കൊണ്ടുവന്നിട്ട് ഒരു ക്ഷേത്രത്തിനുള്ളിൽ, മതിൽക്കെട്ടിനുള്ളിൽ ഈ ഒരു മദ്യസേവ നടത്തിയിട്ടുള്ളത്. അതീവ ഗൗരവകരമായിട്ടുള്ള സംഭവം നടന്നിട്ടും പോലീസ് കേസെടുത്തു എന്ന് പറയുന്നതല്ലാതെ ആരെയും കണ്ടെത്താൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ശ്യാം, യെസ്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത്ര വലിയ ഒരു തോന്നിവാസം കൺമുന്നിൽ കണ്ടിട്ടും ദേവസ്വം ബോർഡ് ഒരു തരത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ടില്ല, ഒരു പരാതിയും നൽകിയിട്ടില്ല, ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല.